നമസ്കാരം. പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹപൂർവ്വ അവസ്ഥ എന്നൊന്നുണ്ട്. ഈ പ്രമേഹപൂർവ്വ അവസ്ഥയിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ജീവിതശൈലി മാറ്റങ്ങളിലൂടെ പ്രമേഹത്തിനെ ഒരു പരിധിവരെയൊക്കെ അകറ്റി നിർത്താൻ സാധിക്കും. മരുന്നുകളുടെ ഉപയോഗം ചിലപ്പോൾ നമുക്ക് ഡിലേ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 100-ൽ കൂടുതലാണ്, എന്നാൽ 126-ന് താഴെയാണ്. അതുപോലെ ആഹാരശേഷമുള്ള ഗ്ലൂക്കോസ് 140-ന് മുകളിലാണ്, എന്നാൽ 200-ൽ താഴെയാണ്. HbA1c എന്ന് പറയുന്ന 3 മാസക്കാലത്തെ ആവറേജ് 6%-ന് മുകളിലാണ്, എന്നാൽ 6.5-ൽ താഴെയാണ്, അല്ലെങ്കിൽ 7-ൽ താഴെയാണ്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് പ്രമേഹപൂർവ്വ അവസ്ഥ അല്ലെങ്കിൽ പ്രമേഹത്തിന് തൊട്ടു മുമ്പുള്ള അവസ്ഥ എന്ന് പറയാം. ഈ അവസ്ഥയിൽ നമുക്ക് കൃത്യമായ ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും ആഹാരശൈലിയിലെ മാറ്റങ്ങളിലൂടെയും പ്രമേഹത്തിനെ കുറേ നാൾ തടഞ്ഞു നിർത്താൻ സാധിക്കും. പ്രമേഹപൂർവ്വ അവസ്ഥയിൽ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകൾ എന്ന് പറയുന്നത് ഊർജം കുറഞ്ഞ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, അതായത് നാരുകൾ ഇല്ലാത്ത അന്നജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പ്രോട്ടീനുകളും നാരുകളും ഏറെ ഉപയോഗിക്കുക, ഒരു കൃത്യമായ വ്യായാമത്തിൽ ഏർപ്പെടുക, പ്രമേഹത്തിൻ്റെ ഘട്ടത്തിലേക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് കടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അടിക്കടി മോണിറ്റർ ചെയ്യുക. പ്രമേഹപൂർവ്വ അവസ്ഥയിൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് വ്യക്തികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു ബ്ലഡ് ഷുഗർ പരിശോധനയിലൂടെ ഇവരെ കണ്ടുപിടിച്ച് അവരിൽ കൃത്യമായ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ആവശ്യം.